പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഒയാസിസ് കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിൽ അഴിമതിയുണ്ട് എന്നുള്ള ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അതുപ്രകാരം ഒയാസിസ് കമ്പനി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അനുമതി നൽകിയത് എന്ന മന്ത്രി എം പി രാജേഷിന്റെ വാദം പച്ചക്കള്ളമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മദ്യനയം മാറുന്നതിന് മുൻപ് തന്നെ, അതായത് 2023 തന്നെ ഒയാസിസ് കമ്പനിയെ സർക്കാർ മദ്യനിർമ്മാണശാല തുടങ്ങാൻ ക്ഷണിച്ചിരുന്നതായിട്ട് കരാർ വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പിന്നീട് മദ്യനയം മാറ്റിയത് ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മാത്രമാണ്. മുഖ്യമന്ത്രിയോടാണ് എക്സൈസ് വകുപ്പിന്റെ ഡീലെന്നും മറ്റു വകുപ്പുകൾ ഇതൊന്നും അറിഞ്ഞില്ല എന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു. ഒരു എന്താ ചെയ്യുന്നത്, മാനദണ്ഡങ്ങൾ വയ്ക്കും ഇല്ലേ? നമ്മൾ ബാറിന് അങ്ങനെയല്ല, ബാർ കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇതിന് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടല്ലേ കൊടുക്കുന്നത്. ഇത് പാലക്കാടുള്ള ഡിസ്റ്റിലറി അറിഞ്ഞില്ല, കേരളത്തിൽ ഒരെണ്ണം അറിഞ്ഞില്ല, മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞ് അവിടുത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊണ്ട് അപേക്ഷ കൊടുക്കുക. മന്ത്രി പറയുന്നതിൻ്റെ ഒരു ഇത് കേട്ടില്ലേ? ഇത് വാട്ടർ അതോറിറ്റി എന്നിട്ട് അന്ന് തന്നെ അങ്ങ് അനുമതി കൊടുക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ഒരു സ്പീഡ് ഈ കമ്പനിക്ക് അന്ന് തന്നെ അന്വേഷിക്കണ്ടേ, ഇത് ഏത് സ്ഥലത്താണ് ഇവർ തുടങ്ങാൻ പോകുന്നത്, അവിടെ വെള്ളം ഉണ്ടോ, വെള്ളത്തിന്റെ സ്ഥിതി എന്താണ്, പൊസിഷൻ എന്താണ്. എന്നിട്ട് മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം IOCയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമായിട്ടാണ് ഈ കമ്പനി വന്നത്, അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത്. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും IOCയുടെ അംഗീകാരവും കിട്ടുന്നതിന് മുമ്പ് ഈ കമ്പനി ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നു. ഇവർക്ക് വേണ്ടി മദ്യനയം മാറ്റി എഴുതി. ഇത് എക്സൈസ് മന്ത്രി, മുഖ്യമന്ത്രി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. വേറെ